ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു ഹ്യൂജ് മീഷോ പാർട്ടി വെയർ ഹോളാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ മീഷോയിൽ ഇപ്പോൾ നല്ല സെയിൽ നടക്കുന്നുണ്ട്. മീഷോയിൽ മാത്രമല്ല പല സൈറ്റ്സിലും നല്ല സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഹോൾ വീഡിയോസ് ആയിട്ട് വരുന്ന കേട്ടോ. ആൻഡ് ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആട്ടോ ഇത് ഫേ ബ്യൂട്ടിയുടെ ലിപ് വിപ്പാണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് സേഫ് സോഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ ഇത് വെയർ ചെയ്യാൻ. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വരുന്ന കേട്ടോ. സോ ഏറ്റവും ഫസ്റ്റ് വരുന്ന എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ അത്. ഇങ്ങനെ ഒരു നെറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഞാൻ എല്ലാത്തിൻ്റെയും ക്ലോസപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എംബ്രോയ്ഡറി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ ക്രേപ്പ് ആട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റ് ആട്ടോ. ആൻഡ് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. എനിക്ക് ഈ ഒരു കളറാട്ടോ കൂടുതൽ ഇഷ്ടമായ. ആൻഡ് ഇത്രയും ലെങ്ത് ഉണ്ട്. പിന്നെ ഉള്ളിലുള്ള മെറ്റീരിയൽ ഇവിടെ വരെ വരുന്നുള്ളേ. ഇത്രയും ഇങ്ങനെ നെറ്റ് മാത്രമായിട്ടാണ്. ഏറ്റവും അടിയിലും ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ നെറ്റിൽ. നല്ല അടിപൊളിയായിട്ടുള്ള കുർത്ത സെറ്റാണ്. ആൻഡ് ബാക്കിലും ഇങ്ങനെ കേട്ടോ. സോ ഇങ്ങനെയാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. പാൻസ് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. പാൻസിൻ്റെ അറ്റത്ത് ഏറ്റവും അടിയിൽ ഇങ്ങനെ നെറ്റ് വരുന്നുണ്ട്. അതിൽ എംബ്രോയ്ഡറി ഉണ്ട്. ആൻഡ് ഇതാണ് ദുപ്പട്ട. സെയിം എംബ്രോയ്ഡറി തന്നെ നെറ്റ് മെറ്റീരിയൽ. ആൻഡ് ഇത്രയുണ്ട് വിഡ്ത്ത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്ത സെറ്റാണിത്. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഞാനിത് പർച്ചേസ് ചെയ്തത് 610 റുപ്പീസിനാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ സിൽവർ ഇങ്ങനെ വെസ്റ്റേൺ ടൈപ്പ് ജ്വല്ലറീസ് ഇല്ലേ, ഇങ്ങനെ ഭയങ്കര റൈൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ആ മോഡല് ബാംഗിൾസ് റിങ്സ് ഒക്കെ ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കോട്ടൺ ഡ്രസ്സിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഡ്രസ്സാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ. ആൻഡ് ഡ്രസ്സിൻ്റെ ഹോള് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഡ്രസ്സാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതാണ് കുർത്ത. സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്ത കേട്ടോ. വീനെക്കാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഞാനത് ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബാക്കിലും സെയിം ആട്ടോ. പിന്നെ ഇതിന് എക്സ്ട്രാ സ്ലീവ്സ് വരുന്നില്ല. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇത്രയുണ്ട് ലെങ്ത്ത്. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. പ്ലെയിൻ ആയിട്ടുള്ള പാൻസ് ആട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. ഇത്രയുണ്ട് ലെങ്ത്ത്. ഞാൻ കാണിക്കുന്ന എല്ലാ ഔട്ട്ഫിറ്റും സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ആൻഡ് ഇതാണ് ഷാള്. അറ്റത്ത് മൊത്തം ബോർഡർ വരുന്നുണ്ട്. പിന്നെ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ബോർഡർ ആട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇത്രയുണ്ട് വീതി. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. പിന്നെ ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ മുന്നേ ഇതിൻ്റെ ഗ്രീൻ കളറ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ റീൽസിലാണെന്ന് തോന്നുന്നു കാണിച്ചത്. അപ്പോൾ അത് ഞാനിവിടെ സൈഡിൽ കാണിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. ആൻഡ് ഞാൻ മേടിച്ച സൈസ് മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുള്ള സിൽക്ക് ബ്ലെൻഡ് എന്നാണ്. ആൻഡ് ഞാനിത് പർച്ചേസ് ചെയ്തത് 667 റുപ്പീസിനാണ്. സോ ഇതിൻ്റെ കൂടെ ഇങ്ങനെ സിൽവർ റൈൻ സ്റ്റോൺസ് ഒക്കെ വരുന്ന ജ്വല്ലറീസ് പെയർ ചെയ്ത് അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റാണ്. ഫ്ലെയർഡ് കുർത്തയാട്ടോ. ഇതിൻ്റെ പ്രിൻറ്റും മെറ്റീരിയലും ക്വാളിറ്റിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിട്ടുള്ള കുർത്ത സെറ്റാണ്. സോ കുർത്തയ്ക്ക് ഇവിടെ പാഡിങ് വരുന്നുണ്ട്. ചില പാഡിങ് ഉണ്ടാവില്ലേ, ഇങ്ങനെ ഭയങ്കര കട്ടിയിലിരിക്കുക, അങ്ങനത്തെ പാഡിങ് അല്ല കേട്ടോ. നല്ല പാഡിങ് ആണ്. ആൻഡ് സ്ലീവ്സിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ. മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ്. ആൻഡ് ബാക്കിലാണെങ്കിൽ ഇവിടെ നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടാട്ടോ. ആൻഡ് ഇവിടെ വള്ളിയുണ്ട്. വള്ളീൻ്റെ അറ്റത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ. ആൻഡ് നല്ല ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ.
പിന്നെ അടിയിൽ ഇങ്ങനെയാണ്. അടിയിൽ ഇങ്ങനെ ഒരു ഉള്ളിൽ പടി വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ താഴെ ഒതുങ്ങി നിൽക്കും. ആൻഡ് ഇതിൻ്റെ ലൈനിങ് ആണെങ്കിൽ പിന്നെ ഈ ഒരു സൈഡിലായിട്ട് സിബ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് പാൻസ് വരുന്നത്. ഇത്രയും ലെങ്ത് ഉണ്ട്. ഓർഗൻസ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാട്ടോ. സെയിം അനാർക്കലിയുടെ പ്രിൻ്റാണ്, ഫ്ലോറൽ പ്രിൻ്റ്. പിന്നെ അറ്റത്ത് മൊത്തം ഗോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആട്ടോ. ആൻഡ് ഞാനത് മേടിച്ച് മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 1405 റുപ്പീസിനാണ്. സോ പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു അടിപൊളി കുർത്ത സെറ്റാണിത്. പിന്നെ ഇതിൻ്റെ വേറെ പല കളേഴ്സും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി കുർത്ത സെറ്റാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. സ്ലീവ്ലെസ് ആണ്, സ്ട്രാപ്പി സ്ലീവ്സ് ആട്ടോ വരുന്നത്. അതിൻ്റെ ലെങ്ത് സ്ട്രാപ്സിൻ്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മൊത്തം ഇങ്ങനെ പലതരം പ്രിൻ്റ് വരുന്നുണ്ട്. ഒരു വെറൈറ്റി മോഡൽ കുർത്തയാട്ടോ. പിന്നെ ഇതിന് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ വരുന്നത് ഏകദേശം ഒരു ക്രേപ്പ് മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ. ക്രേപ്പിൻ്റെ അത്രയ്ക്കും അതിനേക്കാളും കുറച്ചൊരു ലൈറ്റാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഷൈനിങ് ഉണ്ട്. ഒരു മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ അത്. ആൻഡ് ബാക്കിലും ഇങ്ങനെ പ്രിൻ്റഡ് ആണ്. പലതരം പ്രിൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് ലൂസാട്ടോ. അപ്പോൾ ഞാൻ ബാക്കിൽ ജസ്റ്റ് പിൻ ചെയ്തിട്ട് ഇവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. മെറ്റീരിയലിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല. ആൻഡ് ഇതാണ് പാൻസ് വരുന്നത്. പാൻസ് ഏകദേശം ഒരു ക്രേപ്പ് മെറ്റീരിയലാട്ടോ. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട്. ദുപ്പട്ട ഇങ്ങനെ മൊത്തം പ്രിൻ്റഡ് ആണ്. പലതരം പ്രിൻറ്റ്സ് വരുന്നുണ്ട്. ഞാനത് മേടിച്ച മീഡിയം സൈസിലാണ്. എനിക്ക് ചെസ്റ്റിൻ്റെ ഇവിടെ മാത്രം ലൂസ് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 933 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. ഇതാണ് കുർത്ത. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആലിയ കട്ടാട്ടോ. പ്ലീറ്റ്സ് കണ്ടോ, ഇങ്ങനെ കയറിയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ എംബ്രോയ്ഡറി ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ്. സ്ലീവിൻ്റെ ഇവിടെ ആയിട്ട് ഗോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ എംബ്രോയ്ഡറി ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷനും ഈ എംബ്രോയ്ഡറിയുടെ കളേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു കുർത്തയ്ക്ക് അടിപൊളിയായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. വീനെക്കാണ്. പിന്നെ ഈ ഒരു എംബ്രോയ്ഡറിയിൽ സ്വീക്കൻസും വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തയാണ്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. ഇത്രയുണ്ട് കേട്ടോ ലെങ്ത്ത്. ആൻഡ് ഇങ്ങനെയാണ് പാൻസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഏറ്റവും അടിയിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. ഇതിനും ലൈനിങ് വരുന്നുണ്ട് കേട്ടോ പാൻസിന്. സോ ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇതാണ് ദുപ്പട്ട. ഇങ്ങനെ സ്കാലപ്പ് ബോർഡർ ആണ്. പിന്നെ ഇതിൽ മൊത്തം ഇങ്ങനെ സ്വീക്കൻസിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു കളറും കൂടി അവൈലബിൾ ആട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള കുർത്ത സെറ്റാട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 759 റുപ്പീസാണ്. പിന്നെ ഈ ഒരു കളർ എന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാട്ടോ. നെക്സ്റ്റ് വരുന്ന ഈ ഒരു കുർത്ത സെറ്റാണ്. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ അത്. ഇങ്ങനെ മൊത്തം എംബ്രോയ്ഡറി വരുന്നുണ്ട്. അതിലിങ്ങനെ സ്വീക്കൻസും ഉണ്ട് കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇതിങ്ങനെ ഏകദേശം ഒരു ഷെഫ്ലി ടൈപ്പില്ലേ, ഏകദേശം ആ ഒരു മോഡലാണ്. മൊത്തം എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഇതിങ്ങനെ സ്ട്രാപ്പി ടൈപ്പാട്ടോ കുർത്ത. കുർത്തയാണെങ്കിൽ ഇത്ര ലെങ്ത് ഉള്ളൂ, ഇത്ര ലെങ്ത് വരുന്നുള്ളൂ. ഞാൻ ക്ലോസപ്പിൽ ഇതിൻ്റെ ഡിസൈൻ കാണിച്ചു തരാം. പിന്നെ ഒരു പാട്ടിയാല മോഡലാട്ടോ പാൻസ് വരുന്നത്. ഇവിടെ എലാസ്റ്റിക് ആണ്.
സെയിം ഡിസൈനാണ് വരുന്നത്. പാൻസിലും മൊത്തം ഇങ്ങനെ എംബ്രോയ്ഡറിയും പിന്നെ സ്വീക്കൻസും. പിന്നെ ഇതിൻ്റെ കുർത്തയ്ക്കും പാറ്റിനും ലൈനിങ് വരുന്നില്ല. പിന്നെ ഇതാണെങ്കിൽ കുറച്ച് സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ന്യൂഡായിട്ടുള്ള ഇന്നർ വെയർ ഇടണം. ആൻഡ് ഇതാണ് ദുപ്പട്ട. പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഓഫ് വൈറ്റ് കളറിലാട്ടോ വരുന്നത്. കുർത്തയും പാൻറ്റും ദുപ്പട്ടയും. പിന്നെ ദുപ്പട്ടേൻ്റെ അറ്റത്ത് ഇങ്ങനെ ഗോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. സൈഡിൽ മൊത്തം ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലെൻഡ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിലിങ്ങനെ എംബ്രോയ്ഡറി ഇങ്ങനെ പിന്നെ ഷെഫ്ലി ടൈപ്പ് അങ്ങനെയാട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു സ്ട്രാപ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് ഈ ഒരു കുർത്ത സെറ്റ് പർച്ചേസ് ചെയ്ത 496 റുപ്പീസിനാണ്. അപ്പോൾ ഇതിന് ലൈനിങ്ങും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പിന്നെ ഏകദേശം ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ഞാൻ മുന്നേ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ എ-ലൈൻ മോഡലാണ്. അത് കുർത്ത പ്ലസ് ദുപ്പട്ട കേട്ടോ. അതിനാണെങ്കിൽ ഇങ്ങനെ സ്ലീവ്സും വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കുർത്ത സെറ്റ് കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗൗണാണ്. ജോർജറ്റ് മെറ്റീരിയലാണ്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ മൊത്തം എംബ്രോയ്ഡറി ഉണ്ട്. സ്വീക്കൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ എംബ്രോയ്ഡറി കാണിച്ചു തരാം. പിന്നെ ബാക്കിലും ഉണ്ട് കേട്ടോ. സോ വീനെക്കാണ്. ഇങ്ങനത്തെ ഒരു മോഡൽ സ്ട്രാപ്സ് ആട്ടോ. ആൻഡ് സ്ട്രാപ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ സ്ട്രാപ്സ് നിങ്ങൾക്ക് ലൂസ് ആണെങ്കിൽ ഈ ഒരു നടുക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ മേടിച്ച മീഡിയം സൈസ് ആട്ടോ. അപ്പോൾ എനിക്ക് ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് ലൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്കിൽ ജസ്റ്റ് പിൻ ചെയ്തിട്ട് ഇവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. ആൻഡ് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. കണ്ടോ, ടിയേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇവിടെ ഉണ്ട് പ്ലീറ്റ്സ്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ പ്ലീറ്റ്സ്. ജോർജറ്റ് മെറ്റീരിയലാണ്. ആൻഡ് ഇതിനാണെങ്കിൽ ലൈനിങ്ങും വരുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഒരു ഗൗണ് താഴെ വരെ മുട്ടി നിൽക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ആണ്. ആൻഡ് എനിക്കാണെങ്കിൽ കുറച്ച് കയറിയിട്ടാണ് നിൽക്കുന്നത്. സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എൻ്റെ വേറൊരു കളറും കൂടി അവൈലബിൾ ആണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 506 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. 3/4 സ്ലീവാണ്. പിന്നെ ഈ ഒരു എംബ്രോയ്ഡറി അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി ആട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഞാനിത് ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഈ ഒരു മെറ്റീരിയൽ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. സെൽഫ് ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി വരുന്നുണ്ട്. ആൻഡ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. പ്ലെയിൻ ആണ്. സ്ട്രെയിറ്റ് കുർത്ത കേട്ടോ. ഇത്രയും ലെങ്ത് ഉണ്ട്. സ്ലീവിൻ്റെ അറ്റത്തും ഇങ്ങനെ എംബ്രോയ്ഡറി വരുന്നുണ്ട്. പാൻസും സെയിം മെറ്റീരിയലാണ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. ഇവിടെ എംബ്രോയ്ഡറി വരുന്നുണ്ട്. സോ ഇതാണ് ദുപ്പട്ട. 4 സൈഡിലും ഇങ്ങനെ ടാസൽസ് വരുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച സൈസ് മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. പിന്നെ ഞാനത് പർച്ചേസ് ചെയ്ത് 897 റുപ്പീസിനാണ്. സോ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.